നിയമവ്യവസ്ഥകളുണ്ട്. അത് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളുള്ള കുറെ ഗ്രൂപ്പ്സ് വന്നത് മാറ്റാൻ വിടില്ല. എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം? എന്താണ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആവാത്ത നിയമങ്ങൾ എന്താണ്? ഒന്നിന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ എക്സാമ്പിൾ എന്ന് പറയാൻ മുസ്ലിം ലോ എടുത്തോളൂ. ചേഞ്ച് വന്നിട്ടില്ല. പലവിധമായ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല. അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട്. അതേ കമ്മ്യൂണിറ്റി തന്നെയുള്ള ആളുകളാണ് എതിർക്കുന്നത്. അതേ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെ എതിർക്കുന്നത്. നമുക്ക് ആരും പേഴ്സണലായിട്ട് ആരെയും പറയല്ല, പക്ഷെ മാറ്റാൻ വിടില്ല. അത് മാറ്റാത്ത കൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ ജസ്റ്റിസ് പ്രായപൂർത്തി എത്തുന്നതല്ലേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വസ്ത്രവിധാനം നടത്തുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നവരെ, കാലഘട്ടം മുസീബത്ത് നിറഞ്ഞതായ കാലഘട്ടമാണ്. 3 വയസ്സുള്ളതാകുന്ന പെൺകുട്ടിയെ കൊണ്ടുപോയി പരസ്യമായി പീഡിപ്പിച്ചതായ കാലഘട്ടമല്ലേ. അവളെ കൊണ്ടുപോയി കഴുത്ത് ധരിച്ചുകൊണ്ട് ചുമകളഞ്ഞ് ആറ്റിലേക്ക് വലിച്ചെറിഞ്ഞതായ കേരളമല്ലേ. വയസ്സുള്ള കുട്ടിയോട് പോലും കാമം തീർക്കുന്നതായ ജനവിഭാഗമല്ലേ. അതുകൊണ്ട് മക്കളുടെ സുരക്ഷിതത്വം ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. പരിശുദ്ധമായ ഇസ്ലാം എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം മനുഷ്യോൽപത്തിയുടെ കാലഘട്ടം മുതൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളും പഴക്കമുള്ളതാ എടുത്ത് മാറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ആദർശങ്ങൾ എടുത്തു മാറ്റേണ്ട കാര്യമില്ല. ഈ കാലഘട്ടത്തിലേക്ക് പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമായ മതമാണ്. ഈ അടുത്ത് തന്നെയല്ലേ എറണാകുളം ജില്ലയിലെ ആലുവയിൽ പോലും നമ്മൾ നേരെ കണ്ടതല്ലേ, ദർശിച്ചതല്ലേ. പാവപ്പെട്ടതാകുന്ന പെൺകുട്ടികളോട് പോലും വീടിനകത്തലങ്ങൾ ഉറങ്ങിക്കിടന്നതാകുന്ന പെൺകുട്ടികളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞില്ലേ. ഔദുബില്ലാഹ്.